ഇന്ത്യൻ സൂപ്പർ ലീഗ് 2025-26 സീസൺ ഹോൾഡ് ചെയ്ത് വെച്ച കാര്യവും അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനിടയാക്കിയ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്, ഓർമ്മിപ്പിക്കപ്പെടുത്താനുണ്ട്. ISL നിർത്തിവെക്കാൻ പോകാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ AFFൻ്റെ ഈ വർഷത്തെ ലിസ്റ്റിലേക്ക്, അതായത് പുതിയ സീസണിലേക്കുള്ള ഇതിനകത്ത് ISL ഇല്ലായിരുന്നു. പിന്നീട് അതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 2021 നമുക്കിന്ന് ISLൻ്റെ ചില പ്രശ്നങ്ങൾ ഞാൻ എടുത്ത് പറയാൻ പോവാണ്. റഫറിമാരാണ് ISLൻ്റെ ഏറ്റവും വലിയ കുഴപ്പത്തിലാക്കുന്നത് എന്ന് തന്നെ പറയാം. മറ്റ് മേഖലകളിലൊന്നും ISLൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായി കേൾക്കാറില്ല. ഏറ്റവും പ്രശ്നം റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങളാണ്. റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ നമുക്ക് ചില റഫറിമാരെ മൊത്തമായി കുറ്റം പറയാനില്ല, മനുഷ്യന്മാരാണ് തെറ്റുകൾ പറ്റുക. അപ്പം അതായത് യൂറോപ്യൻ ഫുട്ബോളിലുള്ള പോലെ മറ്റൊരു സെക്കൻഡ് റഫറി എന്നുള്ള രീതിയിൽ ഒരു വാർ അടിസ്ഥാനമാക്കി കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിലില്ല. വാർ ലൈറ്റ് കൊണ്ടുവരുന്നതൊക്കെ പറഞ്ഞു 2-3 വർഷങ്ങൾക്ക് മുൻപ്. അത് ഇതുവരെ നടപ്പിലാക്കാൻ AFFന് സാധിച്ചിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അധോഗതി ആണ് ഇപ്പോൾ, അധപ്പതിച്ചു എന്നൊക്കെ പറയാം. സ്പോർട്സ് മിനിസ്റ്റർ ഏതായാലും പുതിയൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. 2025 മറ്റേ ഇന്ത്യൻ പാസ്പോർട്ടൊക്കെ ഉള്ളവരെ പുറത്തുള്ള രാജ്യക്കാരായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരെ കൊണ്ടുവന്നിട്ട് കളിപ്പിക്കാനുള്ള, അതെന്തായാലും നല്ലൊരു തീരുമാനമാണ്. പക്ഷെ ഇപ്പോഴത്തെ നമുക്ക് കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ നാഷണൽ ടീം ഇപ്പോൾ FIFA റാങ്കിങ് പ്രസിദ്ധീകരിച്ചു. അർജൻറ്റീനയാണ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്, പോർച്ചുഗൽ 7-ാം സ്ഥാനത്ത് നിന്ന് 6-ാം സ്ഥാനത്തേക്ക് നാഷണൽസ് ലീഗ് സ്വന്തമാക്കിയതോടുകൂടി 6-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇന്ത്യ എവിടെ കിടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ 100-നുള്ളിൽ കയറിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇന്ത്യ ഇപ്പോഴെവിടെ കിടക്കുന്നു? 127-ാം സ്ഥാനത്ത് നിന്ന് 133-ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ അധപ്പതിച്ചിരിക്കുകയാണ് ഇന്ത്യ. എത്ര പേര് അറിയുമെന്ന് എനിക്കറിയില്ല. ഇതിനിടയിലാണ് ISL നിർത്തിവെക്കുന്നു എന്നുള്ളൊരു കാര്യം വരുന്നത്. ഇന്ത്യയിൽ ഒരു മെയിനായിട്ടുള്ള മേജർ ലീഗ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വേൾഡിലേക്ക് നമുക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റുന്ന ഒരു ലീഗായി ഇന്ത്യൻ ഫുട്ബോൾ മാത്രമല്ലായിരുന്നു. ഇപ്പം ഫുട്ബോളിൽ ഇപ്പം ഐ ലീഗൊക്കെ ഉണ്ടെങ്കിലും അത് ഇന്ത്യൻ ISLൻ്റെ ഒരു നിലവാരത്തിലേക്ക് ഐ ലീഗ് ഒന്നും എത്തിയിട്ടില്ല. അതിപ്പം ടെലികാസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും, പിച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും, ആരാധകരുടെ സപ്പോർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും, ക്ലബ്ബുകളുടെ മാർക്കറ്റ് വാല്യൂ ആണെങ്കിലും ഒക്കെ എടുത്ത് നോക്കേണ്ടതാണ്. അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിന് ഇതെന്ത് പറ്റി എന്നുള്ളതാണ്. അതിലെടുത്തു പറയേണ്ടത്, ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയത് റഫറിമാരാണ് മെയിൻ ഘടകം വഹിക്കുന്നത്. ആ റഫറിമാർക്ക് ചിലവർക്ക് തെറ്റുകൾ പറ്റാം, പക്ഷേ അവിടെ കൊണ്ടുവരേണ്ടതും അത് പരിഹരിക്കേണ്ടതും ഓൾ ഇന്ത്യ ഫെഡറേഷനും അതിനിടപെടേണ്ട ആൾക്കാരുമാണ്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ നിർത്തിവെക്കേണ്ടതും നഷ്ടത്തിലേക്ക് പോയി എന്ന് ഇവർ പറയപ്പെടുന്നതുമായ കാര്യങ്ങൾ വരാനുണ്ടായ കാര്യങ്ങൾ. 2021 നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ കയറി വർഷം അടിച്ചില്ല എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയി. ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയാണ് പറയുന്നത്. റഫറിമാരുടെ കാര്യം കൂടി പറയാനുണ്ട്. 2021 ഒരു മത്സരത്തിന് ശേഷം എഡ്രിയാൻ ലൂണയോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞ് തിരിച്ച് എഡ്രിയാൻ ലൂണ ഒരു ചോദ്യം ചോദിക്കുന്നു റഫറിയോടല്ല ചോദ്യം ചെയ്യുന്നു ഒരു മാധ്യമപ്രവർത്തനോട്. ISLൻ്റെ റഫറിമാരെ പറ്റിയാണ് അഭിപ്രായം. നോ കമൻറ്റ്സ് എന്നായിരുന്നു അവരുടെ റിപ്ലൈ. അപ്പം അവർക്കതിന് മറുപടി പറയാനാകില്ല, ഞാൻ ISLൻ്റെ പ്രതിനിധിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പം റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ അന്ന് അഡ്രിയാൻ ലൂണ, അദ്ദേഹം വന്ന ആദ്യത്തെ സീസണായിരുന്നു, അദ്ദേഹം തുറന്നടിച്ചുകൊണ്ട് ചോദിക്കുന്ന ലൈവിൽ കൂടെ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. പിന്നീട് അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. ആ ഫൈനലിലും ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം 2021 വരാം. ഇവാൻ ആശാൻ്റെ കീഴിൽ അഡ്രിയാൻ ലൂണയുടെ ക്യാപ്റ്റൻസിയിൽ 2ാമത്തെ സീസൺ, COVID-19 ശേഷമുള്ള ആരാധകരൊക്കെ പ്രവേശിച്ചുകൊണ്ടുള്ള ഒരു സീസണായിരുന്നു അത്. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലെത്തുന്നു. ബന്ധവൈരികളായിട്ടുള്ള ബംഗളൂരു FCക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് നേരിടുകയാണ്. വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു മത്സരം കൂടിയായിരുന്നു അത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുറകിൽ നിന്ന് കുത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വളരെ മോശമായിട്ടുള്ളൊരു ഗോൾ സ്കോർ ചെയ്യുന്നു. അതായത് ഒരു ഫ്രീ കിക്ക് കിട്ടുന്നവർക്ക് ആ ഫ്രീ കിക്ക് ക്വിക്ക് ഫ്രീ കിക്കല്ല, കാരണം കുറേ ടൈമിന് ശേഷമാണ് അത് എടുക്കുന്നത്. അപ്പോൾ അത് ക്വിക്ക് ഫ്രീ കിക്ക് നമുക്ക് അവകാശപ്പെടാനോ പറയാനോ സാധിക്കില്ല.
ആ സമയത്ത് ടീം ഒന്ന് സെറ്റാകാൻ വേണ്ടി ഗോൾ കീപ്പർ ഡിഫൻസിനോട് ആവശ്യപ്പെടുകയാണ് കൃത്യമായ വാളുകൾ സൃഷ്ടിക്കുക, അവിടെ നിരന്ന് നിൽക്കുക, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഗോളി ഡിഫൻസിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം സുനിൽ ഛേത്രി എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻ്റർനാഷണൽ താരം ബംഗളൂരു FC ക്യാപ്റ്റൻ ഫ്രീ കിക്ക് എടുക്കുകയാണ്. ക്വിക്ക് ഫ്രീ കിക്കല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ്. റഫറി വിസിൽ വിളിക്കുകയും ബോളിന് ലൈന് വരയ്ക്കുകയും ബോൾ അവിടെ വെക്കുകയും ചെയ്തു. ബോൾ ലൈന് വരച്ച് കഴിഞ്ഞാൽ അതൊരു ക്വിക്ക് ഫ്രീ കിക്കേ അല്ല. അപ്പം വിദേശ നാടുകളിലൊക്കെ അതിന് ശേഷം അങ്ങനെ ഒരു ഫ്രീ കിക്ക് എടുത്താൽ ക്വിക്ക് ഫ്രീ കിക്കായിട്ട് എടുക്കുന്നില്ല, അത് ഫ്രീ കിക്ക് എടുക്കാൻ വിധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് എടുക്കുകയും അത് അനുവദിക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന റഫറി. അപ്പം പിന്നീട് അത് കുറേ സമയത്തേക്ക് ഡിലേ ആക്കിയെങ്കിലും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും വഴങ്ങാതെ അത് ഗോളാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും പിന്നീട് ഇവാൻ ആശാൻ മത്സരത്തിൽ നിന്ന് വാക്കൗട്ട് നടത്തുകയും ടീം ഒന്നടങ്കം വാക്കൗട്ട് നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിനെതിരെയും പിഴ ചുമത്തുകയും അതുപോലെ തന്നെ ഈ ആശാനെതിരെ ബ്ലാസ്റ്റേഴ്സ് പിഴ ചുമത്തുന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അപ്പം ഇത് എടുത്തു കാണിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിലെ പോരായ്മയെക്കുറിച്ചാണ്. റഫറിമാരുടെ പോരായ്മയാണ് ഏറ്റവും വലുത്. അതിൽ ചില റഫറിമാർ തെറ്റായ വലിയ തീരുമാനങ്ങൾ എപ്പോഴും എടുക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് പോലുള്ള ടീമുകൾക്ക് വളരെയധികം ദോഷം ചെയ്തിട്ടുണ്ട്. പല മത്സരങ്ങളുടെ 3 പോയിൻ്റുകളാണ് നഷ്ടപ്പെടുന്നത്. ആ 3 പോയിൻ്റ് കൊണ്ട് പ്ലേ ഓഫും വിജയവും ആണ് ഒരു തോൽവിയിലേക്കാണ് ടീമിനെ തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് റഫറിമാർക്ക് നല്ലൊരു കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വാർ സിസ്റ്റം സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ സെവൻസ് ഫുട്ബോൾ പോലും ഒരു ചെറിയ ലൈറ്റ് വാർ സിസ്റ്റം, അതായത് ലാപ്ടോപ്പ് വെച്ചിട്ടുള്ള ഒരു സംവിധാനം പോലും ഉണ്ട്. അതെങ്കിലും വെച്ചാൽ മതി. ഇവർക്ക് നിലവാരമുള്ളൊരു സാധനം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വാർ സിസ്റ്റം തന്നെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാനേജ്മെൻറ്റ് എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ, അതായത് ഇത്ര നാളുമായിട്ട് 12 വർഷമായിട്ട് കപ്പില്ലാത്തതെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതിനെതിരെ മഞ്ഞപ്പട കഴിഞ്ഞ വർഷം ഇറങ്ങുകയും ചെയ്തിരുന്നു. അപ്പം എടുത്തു പറയാനുള്ളത് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് തന്നെയാണ് കപ്പുകളില്ലാതെ പോയത് എന്നാണ് എന്നെപ്പോലുള്ള ആരാധകർക്ക് തോന്നുന്നതും. അതുകൊണ്ടാണ് മഞ്ഞപ്പട നിരത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നത് കഴിഞ്ഞ സീസണിൽ. അപ്പം ഇവാൻ ആശാൻ്റെ 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ടീമിനെ പരിശീലിപ്പിച്ച 3 വർഷവും ടീം പ്ലേ ഓഫിൽ കയറി, 1 വർഷം ഫൈനലിലും കയറി. ഫസ്റ്റ് സീസണിൽ ഫൈനൽ, മറ്റേ സീസണിൽ പ്ലേ ഓഫ് വരെ എത്തി. അതിൽ ആദ്യ സീസണിൽ നല്ലൊരു ടീമിനെ മാനേജ്മെൻറ്റ് നൽകി. അത് നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു. നല്ലൊരു ടീമിനെ ആശാന് വേണ്ട ഒരു ടീമിനെ നൽകാൻ മാനേജ്മെൻറ്റിന് സാധിച്ചു. അതൊരു മികച്ച തീരുമാനമായിരുന്നു. അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ വരെ എത്തി എന്നുള്ളതാണ്. ചില റഫറിമാരുടെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട് ഫൈനൽ തോൽക്കുകയും ഗോൾ വഴങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അതവിടെ നിൽക്കട്ടെ. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ അത്യാവശ്യം മോശമല്ലാത്തൊരു ടീമിനെ നൽകി ആശാൻ പ്ലേ ഓഫ് വരെ എത്തിച്ചു. ആ സീസണിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വാക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണയ്ക്കും പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്ക് പറ്റിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ആ സീസണിലും പ്ലേ ഓഫ് ആശാൻ എത്തിച്ചു എന്നുള്ളതാണ്. ആ സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആശാനെ പുറത്താക്കുകയും പിന്നീട് മിഖായൽ സ്റ്റാർ എന്ന് പറയുന്ന പുതിയൊരു പരിശീലകൻ എത്തുകയും സ്വീഡിഷ് പരിശീലകൻ എത്തുകയും, എന്നാൽ ഒന്നും ചെയ്യാനായില്ല അദ്ദേഹത്തിനെ കൊണ്ട്. കോച്ചിനെ മാത്രം കുറ്റപ്പെടുത്തിയായില്ല, അദ്ദേഹത്തിന് വേണ്ട പ്ലേയേഴ്സിനെയും ബ്ലാസ്റ്റേഴ്സ് നൽകിയില്ല എന്ന് തന്നെ വേണം പറയുക. അതിനുശേഷം പുതിയ സീസൺ തുടങ്ങാൻ പോകുമ്പോൾ പുതിയൊരു പരിശീലകൻ എത്തിക്കുകയും, എന്നാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നറിയില്ല. സൂപ്പർ കപ്പിൽ വലുതായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുകയും മികച്ചൊരു മത്സരം വിജയിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. കോച്ചിന് വേണ്ട ആവശ്യമായ പ്ലേയേഴ്സിനെ എത്തിച്ച് നൽകുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ടീം നല്ലൊരു വിജയത്തിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2021 ഉദാഹരണം തന്നെയാണ്. ഇപ്പോൾ ഏതായാലും ജീസസ് ജിമിനസും തുടങ്ങിയ താരങ്ങളൊക്കെ ടീം വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ കോച്ചിനെ കഴിഞ്ഞ സീസൺ കഴിയുമ്പോഴൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു കാറ്റാല എന്ന് പറയുന്ന. ഇനി പുതിയ സീസൺ അവതാളത്തിനൊക്കെ ISL പുതിയ സീസൺ അവതാളത്തിനൊക്കെ എന്താകുമെന്നുള്ള കാര്യം ഇനി കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇവിടെ ആരാധകർ വിചാരിച്ചുകൊണ്ടോ ഞാൻ പ്രതികരിച്ചുകൊണ്ടോ കാര്യമില്ല. മാനേജ്മെൻറ്റും ISL അധികൃതരുമൊക്കെ നല്ല തീരുമാനങ്ങൾ എടുത്താൽ മാത്രമാണ്, തെറ്റായ തീരുമാനങ്ങൾ മാറ്റിക്കൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുത്താൽ മാത്രമാണ്, പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് ഇവിടെ വിജയങ്ങളും ഇന്ത്യൻ ഫുട്ബോൾ വളരുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബ്ലാസ്റ്റേഴ്സും ഇന്ത്യൻ ഫുട്ബോളൊക്കെ വളരുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഒരു അഭിപ്രായവും കാര്യങ്ങളും ഒക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്, നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. നന്ദി.